ഹായ്. അപ്പോൾ ഇന്നേ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ ഒഫീഷ്യൽ പേര്, ഒഫീഷ്യൽ നെയിം മിണ്ടത്താ റിവീൽ ചെയ്യുന്ന വീഡിയോ. അതെ, സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കുറേ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി. പിന്നെ അവൻ്റെ പേര് കണ്ടുപിടിക്കാനും ഇത്തിരി സമയം എടുത്തു. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് പെൺകുട്ടിയായിരിക്കും എന്നാണ്. നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് കുറേ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ കുറേ കമൻറ്റ് വന്നു, വയറങ്ങനെ ആയതുകൊണ്ട് പെണ്ണായിരിക്കും, വയറിങ്ങനെ ആയതുകൊണ്ട് പെണ്ണായിരിക്കും എന്ന്. അപ്പോൾ ഞാനത് വിചാരിച്ച് ഞാൻ 5 പേര് പെണ്ണിൻ്റെയാണ് കണ്ടുവച്ചത്. പക്ഷേ അവൻ വന്നപ്പോൾ ആണാണ്. അപ്പോൾ പെട്ടെന്ന് പേര് ഇത്തിരി സമയം പിടിച്ചു. പിന്നെ അടുത്ത പ്രശ്നം നമ്മുടെ പൗർണമിയുടെ പേരുമായിട്ട് മാച്ചിങ് ആവണ പേരായിരിക്കണമല്ലോ, അല്ലേടാ പൗർണമി? കാരണം പി ആയതുകൊണ്ട്. പക്ഷെ പി വെച്ച് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് എനിക്ക് കിട്ടിയ പേര് പാർത്ഥിപൻ എന്നാണ്, നമ്മുടെ ലിയോല വിജയുടെ പേര്. പക്ഷെ ഇവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയ പാർത്ഥിപൻ ഒരു 10-40 വയസ്സൊക്കെ തോന്നിപ്പിക്കും ആ പേര് കേൾക്കുമ്പോൾ തന്നെ. അങ്ങനെ ആ പേര് മാറ്റി ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് കുഞ്ഞു പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ അല്ലേ? അപ്പോൾ ആ പേരിന് വേണ്ടി നമ്മൾ ബലൂണൊക്കെ പൊട്ടിച്ച് ആ പേര് നിങ്ങളെ കാണിക്കും. പൗർണമി അല്ലേ? പൗർണമി ആണാ? ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാവയുടെ നെയിമിങ് സെറമണി. അതായത് നമ്മളുടെ ഈ നെയിം റിവീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഇസ്തെറ്റിക് ടെക്കർ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ഇതിന് മുന്നേയും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പൗർണമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണും കേട്ടോ, നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ പൗർണമിയുടെയും നമ്മൾ എൽസ തീമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡെക്കറേഷന് വേണ്ട എല്ലാ ഐറ്റംസും എന്താ ഇത്രയുള്ളൊരു പാക്കറ്റിലാക്കിയാണ് തന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടറിയാം. അപ്പോൾ ആര്യൻ്റെ മറ്റേ 90ൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ, നെയിമിങ് സെറമണി നടത്തുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ കമൻറ്റുകളും DM ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചടങ്ങായിട്ടൊന്നും നടത്തിയില്ല. നമ്മൾ 28-ന് നൂല് കിട്ടിയ ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു നെയിം റിവീലിംഗ് ഈ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മിനി പാക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത്തവണ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കുറച്ച് ബലൂൺസ് ഉണ്ട്. അതുപോലെ ഇത് വാവയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ക്യാപ്പും പിന്നെ കുറച്ച് കുഞ്ഞി പ്ലക്കാർഡ് പോലത്തെ സംഭവമാണ്. ഇതാണ് നമ്മുടെ ഈസ്റ്റർ ഡെക്കറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഒരു പുള്ളപ്പ് ബാക്ക്ഡ്രോപ്പാണ്. ഇതിൻ്റെ സൈസ് പാറുൻ്റെ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം, വലിയൊരു റൗണ്ടിലായിരിക്കും നമ്മൾ പറയുന്ന തീം അവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വളരെ ചെറുതാണ്. അതെ, 3 അല്ലെങ്കിൽ 4 മടക്കോളം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മുടെ ടെറസിൻ്റെ ഒരു സൈഡിൽ ഒന്ന് സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഫംഗ്ഷനൊന്നും ഇല്ല, അപ്പോൾ വാവയ്ക്കും ഫ്യൂച്ചറിൽ കാണുമ്പോൾ ഒരു സന്തോഷമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. കുറച്ച് ബലൂണൊക്കെ ഉണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ വാവയുടെ ഒരു ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്തവണ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടുവരുമ്പോഴത്തേക്കും ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റുഡിയോ. നമ്മുടെ മീൻസ് അമ്പിളിയുടെ. ഇപ്പോൾ ലിറ്റിൽ ഹേർട്സ് ഫോട്ടോഗ്രാഫി ബൈ അമ്പിളി ചന്ദ്ര എന്നാണ് അമ്പിളിയുടെ ഫോട്ടോഗ്രാഫിയുടെ പേര്, ഇൻസ്റ്റഗ്രാം പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. നമ്മളുടെ സജഷനും കൂടി ചോദിച്ചിട്ടാണ് അമ്പിളി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനാണെങ്കിലും വാവയാണെങ്കിലും നമ്മളെല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അതാണല്ലോ ആദ്യം പറയേണ്ട കാര്യം. പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഈ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം അവൻ പ്രീമച്വർ ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഒരു 2 മാസത്തോളം നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ അമ്പിളിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 3.5 മാസത്തോളം ആയി അവന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു പറ്റുമെന്ന്. നമ്മളതിന് മുമ്പ് കോൺടാക്ട് ചെയ്തവരൊന്നും പറ്റില്ല, ഇനി പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അമ്പിളി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. 3.5 അല്ല 4 മാസം കഴിഞ്ഞാലും ഞാൻ അടിപൊളിയായിട്ട് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ലിറ്റിൽ ഹേർട്ട് ഫോട്ടോഗ്രാഫിയിൽ എത്തുന്നത്. കുറേ അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടോ. അതുപോലെ വാവേനെ അമ്പിളി ഹാൻഡിൽ ചെയ്യുന്ന രീതി പറയാതെ വയ്യ. കാരണം സ്ഥലം മാറിയാൽ ഉറങ്ങാത്ത കുഞ്ഞാണവൻ. പക്ഷേ എൻ്റെ ഒരു ഹെൽപ്പില്ലാതെ തന്നെ അമ്പിളി അവനെ പലതവണ ഉറക്കി അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്തു. പാറക്കുട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പാറക്കുട്ടിയുടെയും മാവയുടെയും കുറേ കോമ്പിനേഷൻ ഫോട്ടോസ് ഉണ്ട്, നമ്മുടെ ഫാമിലി ഫോട്ടോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ടോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. ലിറ്റിൽ ഹേർട്സ് ഫോട്ടോഗ്രാഫി ബൈ അമ്പിളി ചന്ദ്ര. ഭാവിക്ക് 4 മാസം ആയവരോ അല്ലെങ്കിൽ 5 മാസം സ്റ്റാർട്ട് ചെയ്തവരോ ഒന്നും പേടിക്കണ്ട, അമ്പിളി അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അമ്പിളിയുടെ ഹോം സ്റ്റുഡിയോയിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ചെയ്തു തരും.
അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫോട്ടോസാണ്. ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസ് കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെയിം റിവീലിങ്ങിൻ്റെ സെറ്റൊക്കെ കാണണ്ടേ? അപ്പോൾ പോയി കണ്ടിട്ട് വരാം. ഹായ്. അപ്പേ വീടിൻ്റെ മുകളിൽ നമ്മളത് സൂപ്പറായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറൊന്നുമല്ല, ചെറിയൊരു പരിപാടി. ഇതാവടാ ഇവിടെ സെറ്റ് ചെയ്തു. നമ്മുടെ പരിപാടി അങ്ങനെ വലിയ സെറ്റപ്പ് പരിപാടിയൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു നെയിമിങ് സെറമണി, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പൗർണമിക്ക് സന്തോഷവും അവൻ വലുതാകുമ്പോൾ അവനീ സന്തോഷവും. ഇതൊരു ജനല. ഇതെങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? ആരാണ്? ഇത് ഇവിടുത്തെ അമ്മാമ്മയുടെ കലാവിരുദ്ധാണ് ഈ കാണുന്നത്. ഇത് മതിയാ? ഇത്രയും മതിയാ? മതിയല്ല പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ തന്നെ അറേഞ്ച് ചെയ്താണ്. അപ്പൊ അതിന്റേതായ കുറെ വശപ്പശകളുണ്ട്. കുഴപ്പമില്ലല്ലോ. പൗർണമി ഇഷ്ടമായടാ? പിന്നെ ഇന്നത്തെ പേര് അനൗൺസ് ചെയ്യുന്നതിന്റെ ആൾ ഇന്ന് ഇവിടെ ഇല്ല. നമ്മുടെ കുഞ്ഞൂട്ടൻ ഇവിടെ ഇല്ല. കുഞ്ഞൂട്ടൻ ഉറങ്ങണേണ്. ശാന്തോടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചേക്കാണ്. ഈ ബലൂൺ പൊട്ടിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഇതിന്റെ പൊട്ടച്ച് കിട്ടുമ്പോ കേൾക്കുമ്പോ അവൻ ചിലപ്പോ ഞെട്ടും. അപ്പൊ അതേ പൊട്ടിക്കാൻ പോണേണ്. അയ്യോ പൊട്ടിക്ക. എന്നാ ഇങ്ങോട്ട് കുത്തിക്കോ. എന്നാ ഇതും കൊണ്ട് കുത്ത്, ഇങ്ങോട്ട് കുത്ത്, എന്റെ കൊണ്ട് കുത്ത്. ബലൂൺ പിടിച്ചിട്ട് ബലൂൺ പിടിച്ചിട്ട് കുത്ത്. സൂപ്പറായിട്ട് പൊട്ടിക്കൊണ്ടാ. ഞാൻ പൊട്ടിക്കട്ടെ. എന്നാ ഇപ്പഴത്തെ പേര് വരും. കൊച്ചവിടെ കൊച്ചു പിടിക്കരുത്. ആ പൊട്ടിക്ക്. അതെ, നമ്മൾ പിന്നെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ കിടന്ന പമ്പും കൊണ്ട് അതെ പിന്നും കൊണ്ട് ശരിക്കും പൊട്ടിക്കണ്ടേ. ഇതിപ്പോ തേങ്ങയുടെ മറ്റേ പൂള് പോലത്തെ സാധനമുണ്ട്. അപ്പൊ അതെ കുറച്ച് പേര് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. റണ്ണെന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അവിടെ നിന്ന് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്നെ അവസാനം ഉണ്ട്. ഞാൻ പൊട്ടിക്കാം, ഞാൻ പൊട്ടിക്കാം. ആ മാറി തെറിക്കും, തെറിക്കും. നീ തീർന്നടാ, നീ തീർന്നു. അപ്പതേ നമ്മുടെ വാവക്കുട്ടൻ്റെ പേരാണ് ആര്യൻ അരുൺ. അപ്പതേ വാവ എത്തിയിട്ടുണ്ട്. ഹലോ, നിന്റെ പേര് അനൗൺസ് ചെയ്തടാ. നീ അറിഞ്ഞാ? നമ്മൾ പൊട്ടിച്ച ബലൂണൊക്കെ ഇവിടെ നിന്ന് അറിഞ്ഞ്. എടാ വാവ, നിന്റെ ഫോട്ടോ നീ കണ്ട? നിന്റെ പേര് കണ്ട? എന്ത് പേര് കൊച്ചിനൊന്നുമല്ലേ? ഇത്തോയാ കൊച്ചു കളറല്ലേ നോക്കണം. കുഞ്ഞുവാവനെ കണ്ട? കുഞ്ഞുവാവ ഇതാടാ നീ ഈ കാണുന്നതാണ്. നീ ചിരിച്ച് കാണത്. ഇത് നിന്റെ മെയിൻ ആള് താരം ചേച്ചിപ്പാറും ഇല്ലാത്ത പരിപാടി ഉണ്ടാ? ആര്യന്റെ പരിപാടി ആണെങ്കിലും അച്ഛയുടെ പരിപാടി ആണെങ്കിലും അമ്മയുടെ പരിപാടി ആണെങ്കിലും അല്ലേ, ഇനി പഞ്ചായത്തിന്റെ പരിപാടി ആണെങ്കിലും ചേച്ചിപ്പാറും ഉണ്ടാവും അല്ലേ? ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ നെയിം റിവീലിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും അടിപൊളി ഫോട്ടോസ് അല്ലേ? അമ്പിളി ചന്ദ്ര, ഞാൻ പേര് ഒന്നും കൂടി പറയാം. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്പിളി സാധിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.